ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ തിരുവചനം മത്തായി സുവിശേഷം 1-ാം അധ്യായം 19-ാം തിരുവചനം. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളോടൊപ്പമുള്ള പലരെയും ഉപേക്ഷിക്കാനായിട്ടുള്ള വളരെ ജെനുവിനായുള്ള കാരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകും. അത് പ്രണയത്തിലാണെങ്കിലും സൗഹൃദങ്ങളിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും പലരെയും ഉപേക്ഷിക്കാനായിട്ടുള്ള നീതിപൂർവമായ കാരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകും. പക്ഷെ നമ്മൾ പരിശോധിക്കേണ്ടത് ഈ നീതിപൂർവമായ കാരണങ്ങളെക്കാൾ അപ്പുറത്ത് ഈ വ്യക്തിയെ എൻ്റെ അടുത്തേക്ക് ദൈവം കൊണ്ടുവന്നതിന് ദൈവീകമായ ഒരു പദ്ധതി ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇവിടെ ജോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മറിയത്തെ ഉപേക്ഷിക്കാനുള്ള വളരെ നീതിപൂർവമായ കാരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മറിയം ജോസഫിനൊപ്പമായത് എന്ന ബോധ്യം ലഭിച്ചു കഴിയുമ്പോൾ അവളെ ചേർത്ത് പിടിക്കുകയാണ്. നമുക്കും ഇതൊരു ഓർമ്മപ്പെടുത്തൽ നൽകുന്നു. ഈ ക്രിസ്മസ് കാലയളവിൽ പല ബന്ധങ്ങളെയും വളരെ നിസ്സാരമായി നമുക്ക് ഉപേക്ഷിക്കാം. പക്ഷേ ദൈവിക പദ്ധതിയുടെ ഭാഗമായി അവരെ ചേർത്ത് പിടിക്കണമെങ്കിൽ ചേർത്ത് പിടിക്കുക തന്നെ വേണം. ഈശോ സഹായിക്കട്ടെ.